ഈ മൊബൈൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ രഹസ്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ നീക്കങ്ങളും ഫോൺ വഴി പലരും അറിയുന്നുണ്ട്. അത് ഏത് സെറ്റിംഗ്സിലാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ചാറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ പലരും കോൺടാക്ട് ചെയ്യുന്നുണ്ടോ, പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ടോ, പല ആളുകളെയും വിളിക്കുന്നുണ്ടോ. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഫോണിൽ മറ്റുള്ള ആളുകൾ ട്രാക്ക് ചെയ്യാൻ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പലരും അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നതാണ്. അതിന് നമുക്ക് ഒന്ന് സെറ്റിംഗ്സ് ആണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. 3 സെറ്റിംഗ്സിൽ ഞാൻ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, ആ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗൂഗിൾ സർവീസസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇമെയിൽ ഐ ഡി കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അപ്പൊ നിങ്ങൾ 1-2 മെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആ ഫോണിൽ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ഏതാണെന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം അതിവിടെ ഏറ്റവും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 2 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് ഓൾ സർവീസസ്, ഇവിടെ റെക്കമെൻഡഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. മാറിപ്പോകരുത്, നമുക്ക് വേണ്ടത് ഓൾ സർവീസസ് ആണ്. ഈ ഓൾ സർവീസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓൾ സർവീസസിലാണ് നമുക്ക് എല്ലാവിധ സെക്യൂരിറ്റി സെറ്റിംഗ്സിലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓൾ സർവീസസിൽ കുറെ താഴേക്ക് വരണം. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഫോൺ മറ്റാരെങ്കിലും എന്തെങ്കിലും ഡിവൈസുകൾ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സെറ്റിംഗ്സ് വരുന്നത്. അത് 1ാമത്തെ സെറ്റിംഗ്സ് ആണ്. അങ്ങനത്തെ 3 സെറ്റിംഗ്സ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണിത്, അൺനോൺ ട്രാക്കർ അലേർട്സ് പറയുന്ന ഓപ്ഷൻ. അൺനോൺ ട്രാക്കർ അലേർട്സ് പറഞ്ഞ ഓപ്ഷൻ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും അൺനോൺ ട്രാക്കർ അലേർട്സ് പറഞ്ഞിട്ട് ഇവിടെ മെസ്സേജ് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡിവൈസുകൾ വെച്ചിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടോ നമ്മൾ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരിക്കലും നമുക്കത് ഓഫ് ചെയ്യരുത്. ഒരിക്കലും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഇത് ഓൺ ചെയ്ത് വെക്കണം. ഈ അലേർട്സ് ഓൺ ചെയ്ത് വെക്കണം. അങ്ങനെ അലേർട്സ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഡിവൈസുകളോ കാര്യങ്ങളോ വെച്ച് നമ്മളെ ട്രാക്ക് ചെയ്യുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് അലേർട്ട് വരുന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഈ അലേർട്സ് ഓൺ ചെയ്ത് വെക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് താഴേക്ക് വരിക. ഇവിടെ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ട്രാക്കർ അലേർട്സ് ഒന്നും കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കൊന്ന് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാനുവൽ സ്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ആ സ്കാനിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, സ്കാൻ നൗ. ആ സ്കാൻ നൗലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഇവിടെ ബ്ലൂടൂത്ത് പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ മാനുവൽ സ്കാൻ കൊടുത്ത സമയത്ത് ഇവിടെ സ്കാനിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തൽക്കാലത്തേക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ കാണിക്കുന്നുണ്ട് നോ ട്രാക്കേഴ്സ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്.